ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാനൊരു വെറൈറ്റി വിഭവമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ കറി തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ പോകുന്നത് ഇതാ നമ്മുടെ ഉണ്ണിത്തണ്ട് കൊണ്ടാണ്. ഉണ്ണിത്തണ്ടൊക്കെ നമ്മൾ മുറിച്ചിട്ട് വാഴയിൽ നിന്ന് മുറിച്ചിട്ടുമ്പോൾ തന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വാഴയല്ല, അവിടെ വീട്ടിൽ വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിത്തണ്ട് മുറിച്ച് തന്നാണ്. നമ്മൾ ഈ അൽഫാമും പൊറാട്ടയും മന്തിയൊക്കെ കഴിച്ച് കൊളസ്ട്രോളും അതൊക്കെ വലിച്ചു വാരി കേട്ടുന്നതിൻ്റെ പകരം ഇടയിൽ കൂടെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതെന്തായാലും നമുക്ക് തിന്നാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിച്ചാലുണ്ടല്ലോ നമുക്ക് ബി.പിയും കൊളസ്ട്രോളും ഒന്നും വരില്ല. അതുപോലെ ക്യാൻസർ രോഗം തടയാനും വളരെ നല്ലതാണ്. അതുപോലെ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കറികളൊക്കെ കഴിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലധികവും എല്ലാവരുടെ വീട്ടിലും വാഴ ഉണ്ടാവുമല്ലോ. അപ്പോൾ വാഴ ഉള്ളവരൊക്കെ ഇതേപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് മുറിക്കാൻ മടിയുള്ളതുകൊണ്ടാണ് അധികവും ആരും കറി വയ്ക്കാത്തത്. പക്ഷേ അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കത്തിയിൽ ഒരു നാര് വരും. അപ്പോൾ ആ നാരൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്കൊരു കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് മുറിച്ചെടുക്കാൻ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റൂട്ടോ. മുറിച്ചെടുക്കണ ഒരു പണിയായിട്ടേ തോന്നില്ല. അപ്പോൾ അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. കത്തിയിൽ തന്നെ കുറച്ച് നാര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കാൻ ഞാൻ നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഈ മുറിച്ചെടുക്കാൻ പറ്റൂട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് സമയം മതി. ചെറിയൊരു കഷ്ണം മതി ഈ കറിക്ക്. ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പേരിക്ക് എടുക്കുന്ന പോലെ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അധികം എല്ലാവരും ഉപ്പേരി വെച്ചിട്ടാണ് കഴിക്കാറ്. ഇതുപോലെ കറി വെച്ചിട്ട് ആരും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ വീഡിയോ ലൈക്ക് ബട്ടണിലും കൂടി അമർത്തിയിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അതൊക്കെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകൊന്നുമില്ല, കഴുകിയിട്ടാണ് നമ്മൾ അരിയുന്നത്. അപ്പോൾ ഇതിനി മുറിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. കാരണം നമ്മൾ ഉപ്പേരിയാണല്ലോ സാധാരണ വയ്ക്കാറ്. അപ്പോൾ നമ്മൾ നെയ്സായിട്ടാണ് മുറിച്ചെടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടില്ല, ഇതേപോലെയാണ് കേട്ടോ നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി നമ്മൾ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടീനൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി ഇതാ കറി വെക്കി പറഞ്ഞിട്ട് തിരക്കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം കറി വെക്കുന്നതിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചതാ ഉണ്ണിത്തണ്ടില്ലേ, അതൊക്കെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇത് വെറുതെ ചട്ടിയാണ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് തീ കത്തിക്കാനായിട്ട്. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വേവിക്കുമ്പോൾ ഉപ്പും പച്ചമുളകൊക്കെ ആകുമ്പോൾ ആ കഷ്ണത്തിലേക്ക് ഉപ്പും പച്ചമുളകൊക്കെ പിടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതുപോലെ ഉപ്പും പച്ചമുളകും വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് നമ്മൾ വെന്തെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാവിടെയും പിടിച്ചോട്ടെ. ഇനി നമുക്ക് ഒരു ചന്തത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതവിടെ കിടന്ന് വേവുമ്പോഴേക്കും ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ തേങ്ങയൊക്കെ ചിരവിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5-6 ചുവന്നുള്ളി, അതുപോലെ ഒരു പൊട്ട് ഇഞ്ചി, പിന്നെ 2 വെളുത്തുള്ളി, അതുപോലെ അതാ ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂൺ നിറയെ കടുകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാനിതാ പച്ചമുളക് ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ അതാ 2 പച്ചമുളകും കൂടി വന്നിട്ടുണ്ട്, അത് കീറി കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് കറിവേപ്പിലേൻ്റെ കാര്യം. അപ്പോൾ വേഗം ഫ്രിഡ്ജ് തുറന്നിട്ട് കറിവേപ്പിലയും കൂടെ എടുത്ത് കഴുകിയിട്ട് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതാ ഉള്ളി ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതേ കള്ളം കണ്ടില്ലേ കിടക്കുന്നത്, ഒരെണ്ണം മുറിയാത്ത കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെയൊക്കെ മുറിച്ച് സെറ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. നമ്മളിതിലേക്ക് മോര് ചേർക്കുന്നുണ്ട്, തൈര്. അപ്പോൾ അതാ നല്ല കട്ടിയുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നാടൻ തൈരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കട്ടി തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ അതിനുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. നല്ല അടിപൊളി തൈരാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയ നല്ല അടിപൊളി തൈരാണ്. കണ്ടില്ല, നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഓരോരുത്തരും പുളിക്ക് അനുസരിച്ചിട്ട് തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ തൈര് കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്കും തൈര് വീട്ടിലില്ലാത്തവർക്കും പുളി ചേർത്തിട്ടാണെങ്കിലും പുളിവെള്ളം ചേർത്തിട്ടാണെങ്കിലും ഈ കറി വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആഹാ, എന്ത് സ്മെല്ലാണെന്നറിയോ. ഈ ഒരു അരപ്പിന് തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ. ആ ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പാടെ കറിവേപ്പിലയും കൂടി ആവുമ്പോൾ ഈ ഒരു അരപ്പിന് ഉണ്ടല്ലോ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത ഈ ഒരു അരപ്പാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ഐഡിയയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ
ഉണ്ണിത്തണ്ട് ഇതാ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ കരയ്ക്കണതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് വെന്തൊക്കെ നോക്കി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഊറ്റി കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്, അത് എടുത്ത് ഒഴിച്ച് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തപ്പോൾ ഒരു കട്ടി, ഇതിങ്ങനെ കിടക്കുമല്ലോ, അപ്പോൾ ഇതിനൊരു കട്ടി ഉണ്ടാവില്ല. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്നൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കയ്യിലും കൊണ്ട് തന്നെ നമ്മൾ ആ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ചതച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒന്ന് ചതച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം മാറ്റി വെച്ചും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് കറിയൊക്കെ നമുക്ക് അടിപൊളിയാക്കി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പും ചേർത്ത് കൊടുത്തപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമാക്കരുത് കേട്ടോ. ഇനി തിളപ്പിച്ച് വറ്റിക്കണമൊന്നുമില്ല. ഈ കറി ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതൊന്ന് കാച്ചി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട്, ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്, പക്ഷേ തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ഇളക്കിയിട്ടൊന്ന് എല്ലാവിടെയും ഒന്ന് ചൂട് തട്ടി ഒന്ന് കാച്ചാനേ പാടുള്ളൂ. ഒന്നൊന്ന് ചൂട് എല്ലാവിടെയും ഒന്ന് വരാനേ, തിള വരുന്ന സമയത്ത് നമുക്കൊന്ന് ഓഫാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കരുത്. കാരണം ഒരു ഭാഗം നിങ്ങൾക്ക് മിസ്സായി ഈ കറീൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിളയ്ക്കാൻ സമ്മതിക്കരുത്. നമ്മൾ അപ്പോഴേക്കും കയ്യിലെടുക്കുക, ഇളക്കുക. അപ്പോൾ അത് ആ ഇളക്കുമ്പോഴേക്കും അപ്പുറത്തേക്ക് പോയിട്ട് കുറച്ച് പോട്ടെ കുറച്ചല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവിടെയും ഒന്ന് ഇളക്കി ഒന്ന് എല്ലാവിടെയും ചൂടാക്കുക കേട്ടോ. തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നമ്മൾ തിളയ്ക്കാൻ സമ്മതിക്കുകയേ ചെയ്യരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കറി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസിലാകൊണ്ട് കുഴപ്പമില്ല, അടുപ്പിലൊക്കെ വെക്കുന്നവർ കറി ഓഫാക്കിയിട്ട് വേഗം നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ചൂടുകൊണ്ട് തിളയ്ക്കും. ഇനി നമുക്ക് താളിക്കാനുള്ള ഇത് നോക്കാം കേട്ടോ. അപ്പോൾ താളിക്കാനൊരു സ്പെഷ്യലാണ് ഇത്. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ കൊണ്ടാട്ടമുളകാണ് കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടമുളക് ഇല്ലാത്തവർ ഉണക്കമുളകാണെങ്കിലും എടുക്കുക. എല്ലാവരുടെ വീട്ടിലും കൊണ്ടാട്ടമുളക് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഉണക്കമുളക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് താളിക്കാം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഞാൻ ഇതിൽ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര തോനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര തോനെ എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൊണ്ടാട്ടമുളക് എന്ന് എടുത്ത് കഴിക്കും, മോര് കറി എന്നൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ താളിക്കാനായിട്ട് നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ കടുക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എണ്ണ ചൂടായത് നോക്കിയില്ല, എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി പൊട്ടി അങ്ങോട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ പൊട്ടി മൊരിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ആ കൊണ്ടാട്ടമുളക് കൂടി ചേർത്തോട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല നാടൻ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ താളിപ്പ് കറിയിലും കൂടി ഒഴിച്ചെടുത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആവട്ടെ ഈ കറിക്ക്. ഇനി ഇത് മാത്രമല്ല, കറി ആയിട്ടില്ല, ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അപ്പോൾ കറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തി പോകരുത്, അതും കൂടി കാണണം. അപ്പോൾ നമ്മൾ ആ കറീൻ്റെ താളിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ കറിയിൽ പ്രത്യേക ടേസ്റ്റ് തരുന്ന ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ സാധാരണ മോര് കറി വയ്ക്കുമ്പോഴും ഇതേപോലെ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. അത് ചെയ്യാനായിട്ട് ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ ഉലുവ. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കരിയാൻ പാടില്ല. ഇത് നമ്മളൊന്ന് ആ ചൂടിൽ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. പ്രത്യേകം അത് പറയാൻ മറന്നു, സിമ്മിലിടണം. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ചൂടിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് ബ്രൗൺ കളറാവുമല്ലോ ഉലുവയും അതുപോലെ അത് ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണം. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. പിന്നെ കറി നന്നായില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയരുത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചായച്ചെടുക്കാം കേട്ടോ. കുറച്ചും കൂടി താഴ്പോയി ഒക്കെ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പെറുക്കി എടുത്തിട്ട് കല്ലിലിട്ടിട്ടുണ്ട്. ഇനി ഒരു നുള്ള് കായം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊട്ട് കായം മതി. അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുത്തി പൊടിച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചൂടുള്ളതുകൊണ്ട് തന്നെ വേഗം പൊടിങ്ങി കിട്ടും ചൂടോടെ ആകുമ്പോൾ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇത് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ.
ഈ കറി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാട്ടോ ഇതിന്. നമ്മുടെ മാഗിയിലൊക്കെ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കില്ല, അതേപോലെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടിയൊക്കെ ഇതാ ഞാൻ നല്ല സ്റ്റൈൽ വാരി വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ചു വെച്ചാൽ അങ്ങനെ അതിൻ്റെ സ്മെല്ലൊക്കെ ഇറങ്ങും. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് ഇളക്കി കൊടുത്താണ് കേട്ടോ. ഇതൊക്കെ ഇക്കാടെ ഉമ്മ പറഞ്ഞു തരുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഇത് കേട്ടോ. അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു 5 മിനിറ്റ് നമ്മളിങ്ങനെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ആ നമ്മൾ പൊടി ഇട്ടുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റും ആ മണമൊക്കെ ഒന്ന് കറിയിലേക്ക് പിടിക്കും. തുറന്ന് നോക്കിയുണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ ഈ കറിക്ക്. മണം മാത്രമല്ല ആ ഉലുവയും ജീരകവും കായവും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എപ്പോഴും നമ്മൾ ഉണ്ണിത്തണ്ട് ഉപ്പേരി വെച്ച് കഴിക്കുന്നതിനേക്കാളും ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് കറിയൊക്കെ വെച്ച് കഴിക്കുക. അതുപോലെ തൈരും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ കറി വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ്. തൈര് കുടിക്കാത്തവർക്ക് ഇതേപോലെ കറി വെച്ചിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലൊരു അടിപൊളി കറി ഇതാ അവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി കറികളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.